നമസ്കാരം, വീട്ടി മലയാളത്തിലേക്ക് സ്വാഗതം. എല്ലാ കടങ്ങളും മോശമാണോ? ഭൂരിഭാഗം ആളുകളും അതെ എന്ന് പറയുമ്പോൾ കോടീശ്വരന്മാർ പറയുന്നത് അല്ല എന്നാണ്. ആഡംബരത്തിന് വേണ്ടിയുള്ള കടവും ആസ്തിക്ക് വേണ്ടിയുള്ള കടവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുന്നതിലാണ് രഹസ്യം. പണം കൈകാര്യം ചെയ്യുന്നത് ഒരു കലയാണ്. ഇന്ത്യയെ പോലെ വളരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയിൽ കടത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനമാണ്. നിക്ഷേപമായി മാറുന്ന വായ്പകളും ബാധ്യതയായി മാറുന്ന വായ്പകളും തമ്മിൽ നേരിയ വ്യത്യാസമേ ഉള്ളൂ. ഈ വീഡിയോയിലൂടെ നല്ല കടവും മോശം കടവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് പഠിക്കാം. റിപ്പോർട്ടുകൾ പ്രകാരം 60% ഇന്ത്യൻ കുടുംബങ്ങൾക്കും ഏതെങ്കിലും തരത്തിലുള്ള കടബാധ്യതകളുണ്ട്. എന്നിരുന്നാലും ഭൂരിഭാഗം ആളുകളും കടം വാങ്ങുന്നതിനെ ഭീതിയോടെയാണ് കാണുന്നത്. പലപ്പോഴും ഇതിനെ ഒരു സാമ്പത്തിക തകർച്ചയുടെ ലക്ഷണമായി അവർ വിലയിരുത്തുന്നു. ഇത്തരത്തിലുള്ള വ്യാപകമായ തെറ്റിദ്ധാരണകൾ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും വളരാനും സഹായിക്കുന്ന സാമ്പത്തിക മാർഗങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് ആളുകളെ തടയുന്നു. എല്ലാത്തരം വായ്പകളെയും ഒരേപോലെ മോശമായി കാണുന്നതാണ് ഇതിന് കാരണം. എങ്കിലും ഇന്ത്യയെ പോലെ വളരുന്നൊരു സമ്പദ് വ്യവസ്ഥയിൽ മികച്ച സാമ്പത്തിക മാനേജ്മെന്റിന് കടത്തിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഭാവി കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്ന വായ്പകളും വെറും ഒരു സാമ്പത്തിക ബാധ്യതയായി മാറുന്ന വായ്പകളും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുക എന്നത് വലിയൊരു കഴിവാണ്. നിങ്ങളുടെ സാമ്പത്തിക യാത്രയെ വരും വർഷങ്ങളിൽ നല്ല രീതിയിൽ സ്വാധീനിക്കാൻ തക്കവണ്ണമുള്ള ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ ഇത് നിങ്ങളെ പ്രാപ്തനാക്കുന്നു. എല്ലാ കടങ്ങളും മോശമാണോ? കടം എന്നത് എന്ത് വില കൊടുത്തും ഒഴിവാക്കേണ്ട ഒന്നാണെന്ന് കേട്ടാണ് നമ്മളിൽ പലരും വളരുന്നത്. ചിലതരം കടങ്ങൾ വളരെ അപകടകരവും ദോഷകരവുമാണ് എന്നത് സത്യമാണെങ്കിലും അത് മുഴുവൻ ശരിയല്ല. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കൃത്യമായി മനസ്സിലാക്കാൻ കടം എന്നാൽ യഥാർത്ഥത്തിൽ എന്താണെന്നും അത് എങ്ങനെ സംഭവിക്കുന്നു എന്നും നിങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട്. എന്താണ് കടം? ബാങ്ക് അല്ലെങ്കിൽ ഒരു ധനകാര്യ സ്ഥാപനം പോലുള്ള മറ്റൊരാളിൽ നിന്ന് പിന്നീട് തിരികെ നൽകാമെന്ന വാഗ്ദാനത്തോടെ നിങ്ങൾ വാങ്ങുന്ന പണമാണ് കടം. സാധാരണയായി ആ പണം ഉപയോഗിക്കാനുള്ള അവസരത്തിന് പകരമായി നിങ്ങൾ പലിശ എന്ന പേരിൽ ഒരു അധിക തുക കൂടി നൽകേണ്ടി വരും. നിശ്ചിത കാലയളവിലേക്ക് മറ്റൊരാളുടെ പണം ഉപയോഗിക്കുന്നതിന് നിങ്ങൾ നൽകുന്ന ഫീസായി പലിശ കരുതാം. കടം എങ്ങനെ ഉണ്ടാകുന്നു? ആളുകൾ വിവിധ കാരണങ്ങളാലാണ് പണം കടം വാങ്ങുന്നത്. വീട് വാങ്ങുന്നതോ വിദ്യാഭ്യാസം നേടുന്നതോ പോലെ ഒറ്റയടിക്ക് പണം നൽകാൻ ബുദ്ധിമുട്ടുള്ള വലിയ കാര്യങ്ങൾക്കായി ചിലപ്പോൾ കടമെടുക്കുന്നു. മറ്റു ചിലപ്പോൾ അപ്രതീക്ഷിതമായ മെഡിക്കൽ ചിലവുകൾക്കോ അല്ലെങ്കിൽ പുതിയൊരു ഗാഡ്ജറ്റ് വാങ്ങാനോ വിനോദയാത്രയ്ക്കോ പോലുള്ള വ്യക്തിപരമായ ആവശ്യങ്ങൾക്കോ കടം വാങ്ങാറുണ്ട്. വായ്പ എടുക്കുന്നതിന് പിന്നിലെ കാരണം തിരിച്ചറിയുകയാണ് അത് നല്ലതാണോ ചീത്തയാണോ എന്ന് മനസ്സിലാക്കാനുള്ള ആദ്യ പടി. എന്താണ് നല്ല കടം? നല്ല കടം എന്നത് നിങ്ങളെ സഹായിക്കുന്ന ഒരു ഉപകരണം പോലെയാണ്. ഭാവിയിൽ കൂടുതൽ മൂല്യമുള്ള ഒന്ന് സൃഷ്ടിക്കാനോ നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാനോ സഹായിക്കുന്നതിനായി നിങ്ങൾ എടുക്കുന്ന വായ്പയാണിത്. നിങ്ങളുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിനായി നിങ്ങളിൽ തന്നെയോ നിങ്ങളുടെ ആസ്തികളിലോ നടത്തുന്ന നിക്ഷേപമാണിത്. ഇത്തരത്തിലുള്ള കടങ്ങൾക്ക് കൃത്യമായ ഒരു ലക്ഷ്യവും അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടം ഉണ്ടാകുമെന്നതിനെ കുറിച്ചൊരു പദ്ധതിയും ഉണ്ടാകും. നിങ്ങൾ ഒരു നല്ല കടം സ്വീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളൊരു നിക്ഷേപം നടത്തുകയാണ്. ഈ നിക്ഷേപം നിങ്ങളുടെ സമ്പത്തോ ആസ്തിയോ വരുമാന സാധ്യതയോ വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പെട്ടെന്നുള്ള ചിലവുകൾ നികത്തുന്നതിന് പകരം ദീർഘകാല സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടുന്നതിനായി വായ്പ എടുത്ത പണം തന്ത്രപരമായി ഉപയോഗിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. നല്ല കടത്തിന് മികച്ച ഉദാഹരണമാണ് ഭവന വായ്പ. ഒരു വീടോ ഫ്ലാറ്റോ വാങ്ങാൻ നിങ്ങൾ പണം കടമെടുക്കുമ്പോൾ കാലക്രമേണ മൂല്യം വർദ്ധിക്കുന്ന ഒരു ആസ്തിയാണ് നിങ്ങൾ സ്വന്തമാക്കുന്നത്. ഇന്ത്യയിൽ ഒരു വീട് സ്വന്തമാക്കുക എന്നത് വലിയൊരു ജീവിത ലക്ഷ്യവും കുടുംബത്തിന്റെ പ്രധാന ആസ്തിയുമാണ്. ഉദാഹരണത്തിന് ബാംഗ്ലൂരുവിലെ രമേശ് തന്റെ ആദ്യത്തെ അപ്പാർട്ട്മെന്റ് വാങ്ങാൻ ഒരു ഹോം ലോൺ എടുത്തു. അദ്ദേഹം മാസത്തവണകൾ അടയ്ക്കുന്നുണ്ടെങ്കിലും ആ വസ്തുവിലുള്ള അദ്ദേഹത്തിന്റെ ഉടമസ്ഥാവകാശം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ അദ്ദേഹത്തിന് വിലപിടിപ്പുള്ള ഒരു ആസ്തി സ്വന്തമാകും. കൂടാതെ ഇന്ത്യയിൽ ഭവന വായ്പ തിരിച്ചടവിന് നികുതി ആനുകൂല്യങ്ങളും ലഭിക്കാറുണ്ട്. വിദ്യാഭ്യാസത്തിനായോ പുതിയ കഴിവുകൾ നേടുന്നതിനായോ കടമെടുക്കുന്നത് മറ്റൊരു മികച്ച ഉദാഹരണമാണ്. മെച്ചപ്പെട്ട ജോലി സാധ്യതകളിലേക്കും ഉയർന്ന ശമ്പളത്തിലേക്കും നയിക്കുന്ന പ്രൊഫഷണൽ കോഴ്സുകൾക്കോ കോളേജ് പഠനത്തിനോ വിദ്യാഭ്യാസ വായ്പകൾ സഹായിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ വരുമാന ശേഷി നേരിട്ട് വർദ്ധിപ്പിക്കുന്നു. പഠനശേഷം ഉയർന്ന ശമ്പളമുള്ള ഒരു ജോലി ലഭിക്കുകയും ഈ വരുമാനം കൊണ്ട് വായ്പ എളുപ്പത്തിൽ തിരിച്ചടയ്ക്കാനും മികച്ച സാമ്പത്തിക ഭാവി കെട്ടിപ്പടുക്കാനും ഒരാൾക്ക് സാധിക്കും. സംരംഭകർക്കും ചെറുകിട ബിസിനസ് ഉടമകൾക്കും ബിസിനസ് വിപുലീകരിക്കാൻ പണം കടമെടുക്കുന്നതും പലപ്പോഴും ഗുഡ് ഡെപ്റ്റ് ആണ്. പുതിയ ഉപകരണങ്ങൾ വാങ്ങാനോ കൂടുതൽ ജീവനക്കാരെ നിയമിക്കാനോ ഉൽപ്പന്നങ്ങൾ വർദ്ധിപ്പിക്കാനോ മാർക്കറ്റിംഗിൽ നിക്ഷേപിക്കാനോ ബിസിനസ് ലോൺ സഹായിക്കുന്നുണ്ട്. ഇത് ലാഭം വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നുണ്ട്. ഇന്ത്യയിലെ പല MSME സ്ഥാപനങ്ങളും വളർച്ചയ്ക്കായി ഇത്തരം ഫണ്ടിങ്ങിനെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ എന്താണ് മോശം കടം?
ഭാവിയിൽ മൂല്യം വർദ്ധിപ്പിക്കാനോ വരുമാനം കൂട്ടാനോ സഹായിക്കാത്ത വായ്പകളെയാണ് മോശം കടമെന്ന് പറയുന്നത്. പകരം മൂല്യം വേഗത്തിൽ കുറയുന്നതോ അനാവശ്യമായതോ ആയ കാര്യങ്ങൾക്കായിരിക്കും ഈ പണം ഉപയോഗിക്കുന്നത്. ഇത്തരം കടങ്ങൾ സാമ്പത്തിക ബാധ്യതയായി മാറുകയും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നത് തടസ്സപ്പെടുത്തുകയും ചെയ്യും. വേഗത്തിൽ മൂല്യം കുറയുന്ന സാധനങ്ങൾ വാങ്ങാൻ പണം കടമെടുക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. ഒരു ലക്ഷറി സ്മാർട്ട് ഫോൺ, പുതിയ ടെലിവിഷൻ അല്ലെങ്കിൽ ചെലവേറിയ വിനോദയാത്ര എന്നിവയ്ക്കായി ലോൺ എടുക്കുന്നത് ചിന്തിച്ചു നോക്കൂ. ഇവിടെ പെട്ടെന്ന് സന്തോഷം നൽകുമെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ സാമ്പത്തിക നേട്ടമൊന്നും നൽകുന്നില്ല. വായ്പാ തിരിച്ചടവ് തീരുന്നതിന് മുൻപ് തന്നെ ആ വസ്തു പഴയതാകുകയോ കേടുവരുകയോ ചെയ്തേക്കാം. ഉയർന്ന പലിശയുള്ള വായ്പകൾ ബാഡ് ഡെപ്റ്റായി മാറിയേക്കാം. ചില വായ്പകൾക്ക് വളരെ ഉയർന്ന പലിശ നിരക്കായിരിക്കും. അത് തിരിച്ചടയ്ക്കുന്നത് വലിയ ഭാരമാകും. അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾക്കായി എടുക്കുന്ന പേഴ്സണൽ ലോണുകളും ബ്ലേഡ് പലിശക്കാരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. നിങ്ങൾ 10,000 രൂപ ഉയർന്ന പലിശയ്ക്ക് കടമെടുത്താൽ തിരിച്ചടയ്ക്കുമ്പോൾ അത് 15,000 രൂപയോ അതിലധികമോ ആയി മാറാം. ഈ അധിക ചെലവ് നിങ്ങളുടെ സമ്പാദ്യത്തെ ബാധിക്കും. പൊതുവായ തെറ്റിദ്ധാരണ എല്ലാ വായ്പകളും ഒരുപോലെയാണ് എന്നതാണ്. ഇത് ശരിയല്ല. പലിശ നിരക്കുകളും നിബന്ധനകളും ഓരോ വായ്പയ്ക്കും വ്യത്യസ്തമായിരിക്കും. വായ്പ എടുക്കുന്നതിന് മുൻപ് എല്ലായ്പ്പോഴും താരതമ്യം ചെയ്യുക. ശരിയായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ മോശം കടത്തിന്റെ ഉറവിടമായേക്കാം. താങ്ങാൻ കഴിയാത്ത സാധനങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വാങ്ങുകയും എല്ലാ മാസവും കുറഞ്ഞ തുക മാത്രം തിരിച്ചടയ്ക്കുകയും ചെയ്താൽ നിങ്ങൾ കടക്കെണിയിലാകും. ക്രെഡിറ്റ് കാർഡ് പലിശ നിരക്കുകൾ വളരെ കൂടുതലായതിനാൽ കുടിശ്ശിക വേഗത്തിൽ വർദ്ധിക്കും. ചിലപ്പോൾ അനാവശ്യമായ കാര്യങ്ങൾക്കും പെട്ടെന്നുള്ള ആഗ്രഹങ്ങൾക്കും വേണ്ടി നമ്മൾ കടമെടുക്കാറുണ്ട്. വില കൂടിയ വസ്ത്രങ്ങൾ, ആഡംബര വസ്തുക്കൾ എന്നിവ കടത്തിന് വാങ്ങുന്നത് ഇതിൽപ്പെടുന്നു. ഇവ നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്തിന് യാതൊരു ഗുണവും നൽകുന്നില്ല. വ്യത്യാസം എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക? നല്ല കടവും മോശം കടവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുക എന്നത് പ്രധാനമാണ്. താഴെ പറയുന്ന ചോദ്യങ്ങൾ സ്വയം ചോദിക്കുന്നത് നന്നായിരിക്കും. ഈ കടം ഭാവിയിൽ മൂല്യമുള്ള എന്തെങ്കിലും സൃഷ്ടിക്കാൻ എന്നെ സഹായിക്കുമോ? അതായത് വീട് അല്ലെങ്കിൽ ബിസിനസ് പോലെ. ഈ കടം എനിക്ക് കൂടുതൽ പണം സമ്പാദിക്കാൻ സഹായിക്കുമോ? വിദ്യാഭ്യാസം അല്ലെങ്കിൽ ബിസിനസ് വിപുലീകരണം പോലെ. ഇതിന് എത്രമാത്രം പലിശ നൽകേണ്ടി വരും? കുറഞ്ഞ പലിശയുള്ള വായ്പകൾ പലപ്പോഴും സുരക്ഷിതമാണ്. ഞാൻ വാങ്ങുന്ന വസ്തുവിന്റെ മൂല്യം കാലക്രമേണ കൂടുമോ അതോ കുറയുമോ? മൂല്യം വർദ്ധിക്കുകയാണെങ്കിൽ അത് നല്ല കടമാകാൻ സാധ്യതയുണ്ട്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തുന്നത് ഇത് തിരിച്ചറിയാൻ സഹായിക്കുന്നു. കടം വിവേകപൂർവ്വം ഉപയോഗിക്കുക എന്നതിനർത്ഥം കൃത്യമായ പദ്ധതിയോടും ഉത്തരവാദിത്വത്തോടും കൂടി വായ്പയെ സമീപിക്കുക എന്നതാണ്. സാമ്പത്തിക ഉപകരണങ്ങളെ നിങ്ങളുടെ വളർച്ചയ്ക്കായി ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്, അല്ലാതെ അവ നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. കടം വാങ്ങുന്ന കാര്യത്തിൽ എടുക്കുന്ന ബുദ്ധിപരമായ തീരുമാനങ്ങൾ സാധാരണ നിലയിൽ നിങ്ങൾക്ക് ലഭിക്കാത്ത വലിയ അവസരങ്ങളിലേക്കുള്ള വാതിലുകൾ തുറന്നു തന്നേക്കാം. കടമെടുക്കുന്നതിന് മുൻപ് ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് കൃത്യമായി എത്ര പണം ആവശ്യമാണ്, അത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെ തിരിച്ചടയ്ക്കും എന്നിവയെക്കുറിച്ച് ചിന്തിക്കുക. ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കും മികച്ച നിബന്ധനകളും കണ്ടെത്താൻ വിവിധ ബാങ്കുകളെയും വായ്പാ പദ്ധതികളെയും കുറിച്ച് പഠിക്കുക. കാണുന്ന ആദ്യത്തെ ഓഫറിൽ തന്നെ വീണു പോകരുത്. കൃത്യമായ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ അത്യാവശ്യമുള്ളതും തിരിച്ചടയ്ക്കാൻ കഴിയുന്നതുമായ തുക മാത്രം നിങ്ങൾക്ക് കടമെടുക്കാം. ഓരോ വായ്പയ്ക്കും കൃത്യമായ തിരിച്ചടവ് നിബന്ധനകൾ ഉണ്ടാവും. അത് നിങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കണം. പലിശ നിരക്ക്, മൊത്തം വായ്പാ തുക, തിരിച്ചടവ് കാലാവധി, മാസത്തവണ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഓരോ മാസവും അടയ്ക്കേണ്ട തുക നിങ്ങളുടെ ബജറ്റിന് അനുയോജ്യമാണ് എന്ന് ഉറപ്പുവരുത്തുക. എന്തെങ്കിലും അവ്യക്തതയുണ്ടെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കരുത്. നല്ല ഉദ്ദേശത്തോടെയുള്ള കടമാണെങ്കിൽ പോലും അത് പരിധി വിട്ടാൽ അപകടമാണ്. ഉൽപാദനപരമായ കാര്യങ്ങൾക്കാണെങ്കിൽ പോലും അമിതമായി കടമെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ വരുമാനത്തിന്റെ എത്ര ശതമാനം കടം തിരിച്ചടയ്ക്കാൻ പോകുന്നു എന്നത് പ്രധാനമാണ്. ഡെപ്റ്റ് ടു ഇൻകം റേഷ്യോ എന്ന അനുപാതം കൂടുതലാണെങ്കിൽ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം തിരിച്ചടവിനായി മാറ്റിവെക്കേണ്ടി വരികയും സമ്പാദ്യത്തിനോ മറ്റ് ആവശ്യങ്ങൾക്കോ പണമില്ലാത്ത അവസ്ഥ വരികയും ചെയ്യും. കടബാധ്യതകൾ എപ്പോഴും നിയന്ത്രണ വിധേയമാണെന്ന് ഉറപ്പാക്കുക. ഒരു വായ്പ എടുക്കുന്നതിനെ കുറിച്ചോ അത് നിങ്ങളുടെ സാമ്പത്തിക വിലയെ എങ്ങനെ ബാധിക്കുമെന്നോ സംശയമുണ്ടെങ്കിൽ വിദഗ്ധ ഉപദേശം തേടുക. ഒരു സാമ്പത്തിക ഉപദേശകന് നിങ്ങളുടെ സാഹചര്യം വിലയിരുത്താനും കടത്തിന്റെ ഗുണദോഷങ്ങൾ പറഞ്ഞു തരാനും ഒരു തിരിച്ചടവ് തന്ത്രം രൂപീകരിക്കാനും സാധിക്കും. ഓരോരുത്തരുടെയും സാമ്പത്തിക യാത്ര വ്യത്യസ്തമാണ്. അതിൽ കടം സംബന്ധിച്ച തീരുമാനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. എല്ലാ കടങ്ങളും ശത്രുക്കളല്ല. ചില കടങ്ങൾ ലക്ഷ്യങ്ങൾ കൈവരിക്കാനും സമ്പത്ത് വർദ്ധിപ്പിക്കാനും നിങ്ങളെ സഹായിക്കുന്ന സുഹൃത്തുക്കളെ പോലെയാണ്. അറിവോടെയുള്ളതും തന്ത്രപരവുമായ നീക്കങ്ങളാണ് ഇവിടെ വേണ്ടത്. എല്ലാ കടങ്ങളും മോശമാണെന്ന തെറ്റായ ധാരണ മാറ്റിവെച്ച് നല്ല കടവും മോശം കടവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നത് മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ സഹായിക്കും. മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ സാമ്പത്തിക കാര്യങ്ങളിൽ ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കും.